ഗൗരവമായ പഠനം ഇന്ന് നമുക്കൊരുമിച്ച് ചെയ്യാം എന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. Corey, you want to go to the next slide here for us? Okay, so yesterday, this is a little bit of just real quick. Mike gave us some guidelines and principles that we keep as we preach. നമ്മൾ പ്രസംഗിക്കുന്നതിന് സഹായകരമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ആദ്യമായിട്ട് ഞങ്ങൾ പറയാനായിട്ട് പോകുന്നത്. So we talked about revelation and that the Bible is a message from God. In fact, it's God breathed to us. നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. അത് സത്യസന്ധമായ രീതിയിൽ നമുക്ക് രേഖപ്പെടുത്തി ദൈവവചനത്തിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. We also talked about authorial intent, that when we study the Bible, it's important that we go back to what the original author was saying to the original audience. അപ്പോൾ നമ്മൾ വേദഭാഗം പഠിക്കുമ്പോൾ സത്യമായിരിക്കുന്ന അർത്ഥം എന്നത് ആ വേദഭാഗത്തിൻ്റെ എഴുത്തുകാരൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അതിൻ്റെ സത്യമായിരിക്കുന്ന അർത്ഥം. Next slide. And we talked about the pastoral motivation and their desire to communicate clearly, just like with my daughters. I don't give them hidden messages or mixed messages. I want them to know precisely what their father expects of them. ദൈവവചനത്തിൻ്റെ എഴുത്തുകാർ ദൈവവചനത്തിൽ നമുക്ക് ദൈവ നിർദ്ദേശങ്ങൾ എഴുതി തന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ എത്രയും കൃത്യമായും വ്യക്തമായിട്ടുമാണ് അവരത് എഴുതി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് വായിക്കുന്നുള്ളതിലെ ഗൂഢമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ള അന്വേഷണമല്ല, അവർ പറഞ്ഞ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. And then finally we talked about each author wrote in a different genre. There were different genres. In fact, yesterday we spent all our time in the epistles. Today it's going to all be in narratives. അവിടെ ദൈവവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിള് എഴുതിയിരിക്കുന്നത് എല്ലാം ഒരേ നിലയിലല്ല, അതിന് വ്യത്യസ്തമായിരിക്കുന്ന സാഹിത്യ രൂപങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പല വേദഭാഗങ്ങൾ പല സാഹിത്യ രൂപങ്ങളായതുകൊണ്ട് അതെല്ലാം ഒരേ നിലയിലല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സാഹിത്യ രൂപത്തിൻ്റെ പ്രത്യേകതകൾ ആ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. There's additional things like poetry, proverbs, prophetic books. We won't talk about those today, but those are their own genres. അവിടെ സങ്കീർത്തനങ്ങളെന്ന് പറയുന്നത് പദ്യമാണ്, സദൃശവാക്യങ്ങളെന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സാഹിത്യ രൂപമാണ്. പ്രവചനങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വേദഭാഗങ്ങളും ഒരേ നിലയിലാണ് എന്ന ചിന്തയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. Go ahead and go to the next slide, please. So today we're in the narrative genre, which this quote here is going to tell us that each genre has its distinctive features. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന സാഹിത്യ രൂപം എന്നത് നറേറ്റീവ് അല്ലെങ്കിൽ വിശദീകരണ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷേ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നത് സുവിശേഷങ്ങൾ എന്ന ആ ഒരു വാക്യാനം ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക സാഹിത്യ രൂപമാണ്. അത് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹിത്യ രൂപമാണ്. ഓരോ സാഹിത്യ രൂപത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. So each one has its own rules. Did you kind of go into that? I said distinctive features. That's all I said. Distinctive features. Okay. It's going to have its own rules, its own procedures, and that interpret or that govern how we interpret that scripture. അപ്പോൾ ആ സാഹിത്യ രൂപത്തെ നിയന്ത്രിക്കുന്ന രീതികളും അതിൻ്റെ നിയമങ്ങളും ഉണ്ട്. അത് നമുക്ക് ആ സാഹിത്യ രൂപത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ വേണം ആ സാഹിത്യ രൂപത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. And I'm going to kind of paraphrase this last part. So I want you to imagine, Mike kind of used this yesterday, but imagine you open up a newspaper and there's all different sections of the newspaper. നിങ്ങൾ ഒരു ദിനവൃത്താന്ത പത്രം അല്ലേ, അത് നിങ്ങൾ വായിക്കുകയാണ് എങ്കിൽ അതിൽ പല തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ട്. വാർത്തകളുള്ളതുകൊണ്ടായിരിക്കാം, പിന്നെ ചരമക്കുറിപ്പുകളുണ്ട്, അങ്ങനെ ഒരുപക്ഷെ തമാശ പറയുന്ന മേഖല ഉണ്ടാവും. ഇതെല്ലാം ഒരേ നിലയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരേ നിലയിൽ വാർത്തകളെ പോലെ തന്നെ ചരമക്കുറിപ്പുകൾ തമാശ പറയുന്നൊരു ഭാഗം നമ്മൾ വായിച്ചാൽ
നമുക്കറിയാം അത് വ്യത്യസ്തമായിരിക്കുന്ന സാഹിത്യ രൂപമാണ്. അതിനെ ആ നിലയിൽ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, go ahead please. So if you were reading the front page with news in it, you want true facts. You wouldn't want exaggerations. അപ്പോൾ ആദ്യ പേജ് നമ്മൾ എടുക്കുന്നു, അത് വാർത്തയാണ്. ആ വാർത്ത വായിക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം എന്ന ഒരു ബോധ്യമാണ് നമുക്കുള്ളത്. അതിനകത്ത് പെരുപ്പിച്ചും അതൊന്നും പറയാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് നേർക്ക് നേരെ പറയുന്ന പ്രസ്താവനകളായിരിക്കണം. You can't, if you go to the sports section, you want to know the exact score of the game. You don't want an exaggeration. Like if there's a cricket game that they win, well, let's go soccer because I really don't know cricket. There's a soccer game that they win 3-2. You wouldn't want an exaggeration that says they won the game by thousands of goals. അപ്പോൾ നമ്മൾ സ്പോർട്സിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു ടീം വിജയിച്ചതിനെ കുറിച്ച് പറയുന്നു. ഒരു ഫുട്ബോൾ ഗെയിമാണ്. അപ്പോൾ അത് 3-2 ഇതിലാണ് അവർ വിജയിച്ചതെങ്കിൽ അങ്ങനെ തന്നെ പറയാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ 1000 ഗോൾ നമ്മൾ അടിച്ചു എന്ന് പറയാനായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. But if you went to the comic section and read a comic and they used extreme exaggeration, that wouldn't be a problem at all. എന്നാൽ കോമിക് സെക്ഷനിലേക്ക് നമ്മൾ ചെന്നപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ ഒന്നോടൊന്ന് എന്ന നിലയിൽ പറയണമെന്ന് വിചാരിക്കുന്നില്ല. അവിടെ എത്ര എക്സാജറേറ്റ് ചെയ്താലും അതിലൊരു അവർ ചില കള്ളം പറഞ്ഞാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല. കാര്യം ആ നിലയിലാണ് അത് അവതരിപ്പിക്കുന്നുള്ളത് നമുക്കറിയാം. Same with the genres of the Bible. There's things that are allowed in each one and we need to learn to handle them properly. അപ്പോൾ അതുകൊണ്ട് ബൈബിളിലെ സാഹിത്യ രൂപങ്ങൾ അതിൻ്റേതായിരിക്കുന്ന പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ എല്ലാം ഒരുപോലെ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചാൽ കുഴപ്പത്തിലാകും. Okay, next slide, Corey. Okay, so narrative today, what we're going to talk about is the largest genre in the Bible. There's more narrative than any other genre in the Bible. അവിടെ വിശദീകരണങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ എന്ന ആ പ്രത്യേക സാഹിത്യ രൂപമാണ് ബൈബിളിലെ ഏറ്റവും അധികം ഉള്ള സാഹിത്യ രൂപം. അപ്പോൾ ചരിത്രം, ആദ്യത്തെ 5 പുസ്തകങ്ങൾ, നമ്മുടെ ബൈബിളിലെ 5 പുസ്തകങ്ങൾ, പിന്നെ ചരിത്ര പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ, അപ്പസ്തല പ്രവർത്തികൾ, ഇതൊക്കെ ഈ പറയുന്നതായിരിക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്ന ആ മേഖലയിൽപ്പെടുന്ന വേദഭാഗങ്ങളാണ്. അപ്പോൾ അതാണ് ബൈബിളിലെ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള സാഹിത്യരൂപം. നറേറ്റീവ് എന്ന് പറയുന്ന സാഹിത്യരൂപമാണ്. It is also the majority of the teaching that Jesus did was in story form. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗവും തൻ്റെ പഠിപ്പിക്കലും പ്രധാനമായും ഈ രീതിയിൽ ആയിരുന്നു. So yesterday when we talked about the epistles, we were talking about logical arguments and grammar and parts of speech were very important. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലേഖനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവിടെ വ്യാകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എങ്ങനെയാണ് ഈ എഴുത്തുകാരൻ തൻ്റെ വാദഗതികളെ അവതരിപ്പിച്ചിരിക്കുന്നത്, തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് വ്യാകരണപരമായി ഒന്നോട് ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന് സബോർഡിനേറ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിലുള്ള വളരെ കൃത്യമായ ഒരു അവലോകനമാണ്, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പരിശോധനയാണ് നമ്മൾ ലേഖനങ്ങളെ സംബന്ധിച്ച് നടത്തേണ്ടത്. And so just as if you were a carpenter, yesterday we gave you tools for that epistle. So imagine yesterday we spent all our time teaching you to use a hammer. Today we're going to move to a saw because we're working with something different. അവിടെ ഒരു ആശാരിയുടെ ഉദാഹരണം ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളുണ്ട്. ഓരോ പ്രത്യേക വസ്തുക്കളെ ഓരോ രൂപത്തിലാക്കുന്നതിന് ഓരോ തരത്തിലുള്ള പ്രത്യേകമായിരിക്കുന്ന ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിക്കണം. എല്ലാം ഒന്ന് തന്നെയാണ് എങ്കിൽ ഒരു ഉപകരണം ഒരു സാധനത്തെ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇന്നലെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത് ചുറ്റികയാണെന്നങ്ങ് വിചാരിക്കുക. എന്നാൽ ഇന്ന് ചുറ്റികയല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കൈവാൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള വ്യത്യാസം നമുക്കുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. So instead of looking at nouns and verbs and clauses, today we're going to be looking at stuff like setting, character and plot. കഴിഞ്ഞ ദിവസം നമ്മൾ വ്യാകരണമാണ് ശ്രദ്ധിച്ചത്. ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, അതിനകത്തെ ക്രിയാപദങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. എന്നാൽ ഇന്ന് ഈ വിശദീകരണ വേദഭാഗങ്ങളെന്ന് പറയുന്ന സുവിശേഷങ്ങൾ പോലെയുള്ള ആ വേദഭാഗങ്ങളിൽ
അത് അത്രത്തോളം പ്രാധാന്യമുള്ളതല്ല. വ്യാകരണത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല, എന്നാൽ അതല്ല ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം. പിന്നെയോ അതിൻ്റെ പശ്ചാത്തലം, പിന്നെ അതിലെ ആക്ടേഴ്സ് അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ, പിന്നീട് ആ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഈ കഥയുടെ അത് പുരോഗതി വരുത്തുന്നത്. അപ്പോൾ ആ നിലയിൽ വ്യത്യസ്തമായ ഒരു നിലയിലാണ് നമ്മൾ ആ വേദഭാഗങ്ങളെ കാണേണ്ടത്. So if you had a carpenter that could only use a saw and not a hammer, or only use a hammer and not a saw, he couldn't do the whole job. ഒരു ആശാരിക്ക് ചുറ്റിക മാത്രം അല്ലെങ്കിൽ അതിൻ്റെ കൊട്ടൂടി മാത്രമേ ഉപയോഗിക്കാൻ അറിയത്തുള്ളൂ, അദ്ദേഹത്തിന് ഈ കൈകൊണ്ട് വാൾ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വ്യത്യസ്തമായിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുവാനുള്ള പ്രാവീണ്യം ഒരു ആശാരിക്ക് ആവശ്യമായിരിക്കുന്ന പോലെ വ്യത്യസ്തമായ വേദഭാഗങ്ങളെ മനസ്സിലാക്കുവാനുള്ള പ്രാവീണ്യം പ്രസംഗകന് ആവശ്യമാണ്. If a pastor can only teach the epistles and not the narratives, or only the narratives and not the epistles, he can't teach the whole word of God. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ പ്രസംഗിക്കാനായിട്ട് നിങ്ങൾ ചില വേദഭാഗങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. കാരണം അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പം. മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ദൈവ ആലോചനകളും നമുക്ക് മറ്റുള്ള മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം ചില മേഖലകളിൽ മാത്രം നമ്മളെ പ്രസംഗങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് അതിനെ കാരണം. And the Bible tells us that all scripture is profitable for us. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണെന്ന് മാത്രമല്ല, അത് എല്ലാ തിരുവെഴുത്തുകളും ദൈവ മനുഷ്യനെ പക്വതപ്പെടുത്തുന്നതിന് ആവശ്യമായ പര്യാപ്തമായ ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. Now, yesterday the epistles engaged our intellect. Today narratives, they engage our heart, our feelings. കഴിഞ്ഞ ദിവസം ലേഖനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഏറ്റവും വലിയ ശ്രദ്ധ അവിടെ ബുദ്ധിയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് അവിടുത്തെ പ്രത്യേകമായിരിക്കുന്ന ശ്രദ്ധ. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചെങ്കിലേ ലേഖനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ചരിത്ര അല്ലെങ്കിൽ വിശദീകരണ വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ബുദ്ധി ആവശ്യമാണെങ്കിലും അതിനേക്കാളും ഉപരി നമ്മളുടെ വികാരം, ഹൃദയം, നമ്മളുടെ ഭാവന എന്നിവയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന സ്ഥാനം അതിലുണ്ട്. So imagine if I tell my friends back in America stories about my brother Babu and tell them fun stories and stories of his ministry and make them want to meet the man Babu. അവിടെ ഞാൻ അമേരിക്കയിൽ മടങ്ങിപ്പോയതിന് ശേഷം ഇവിടെയുള്ളതായിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അമേരിക്കയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. But then Babu comes to America and has dinner at my house, and I invite that friend to my table, and they talk to the man, and they get to hear what comes out of his mouth and what's in his heart, what he's thinking, not just my stories. അവിടെ ഞാൻ അമേരിക്കയിൽ ചെന്ന് അവിടെയുള്ളതായിരിക്കുന്ന ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ കണ്ടതും കേട്ടതുമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പോയി പറയുന്നു. എന്നാൽ എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ അവിടെ ചെന്നതിന് ശേഷം ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു തലത്തിലാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ അതിനൊരു പ്രത്യേക ഒരു പ്രാധാന്യം അതിലുണ്ട്. So often a story will relate to people that make them want to know Jesus, or will teach younger Christians, will bring them to the gospel or bring them to the word. And then we get to the epistles and we also engage their knowledge and their logic, and they get a fuller picture of God. Just like my friend back home, if he gets to hear the stories of Babu and then meet Babu, he gets a fuller picture of the man. അവിടെ നമ്മൾ കഥകൾ പറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് താല്പര്യമുളവാക്കുന്നതും കേൾക്കാൻ കൂടുതൽ മനുഷ്യർക്ക് താല്പര്യമുള്ളതും, അതുപോലെ തന്നെ ഈ കഥയിൽ ഉൾപ്പെട്ടയാൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമല്ലോ എന്നൊരു ആഗ്രഹം ജനിപ്പിക്കാനും ഒക്കെ ആ കഥകൾ അത് നമുക്ക് വളരെ ആ നിലയിൽ പ്രയോജനകരമാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതിയും അതിൻ്റെ വിശദീകരണവും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ സത്യസന്ധമായിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ലേഖന രൂപത്തിൽ നമുക്ക് ലഭിക്കുമ്പോഴാണ്
അതിലെ ബുദ്ധിപരമായിരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ഉള്ളതായ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. Sorry, hold on one second. So the exciting thing about the narratives and the stories is it's really tied into the way human beings learn even from an early age. ഈ വിശദീകരണ വേദഭാഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശൈശവം തൊട്ട് തന്നെ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ വിശദീകരണ വേദഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ യുക്തിസഹമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നും അല്ലല്ലോ നമ്മൾ പിള്ളേർ കാര്യങ്ങൾ പഠിക്കുന്നത്. അവർ കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തും ഒക്കെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണ വേദഭാഗങ്ങൾ എഴുതിയിട്ടുള്ളത്. When we brought our daughters home from the hospital, I couldn't almost wait till they could communicate with me. But when they could understand me, the first way I taught them was teaching them stories from the Bible, stories about morality, and stories about who we were. അവിടെ എൻ്റെ മകള് ജനിച്ച സമയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അവളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന സമയം മുതൽ തന്നെ അവളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവൾ സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന പ്രായമായപ്പോൾ ഞാൻ വലിയ സത്യങ്ങൾ അവളെ ഗ്രഹിപ്പിക്കാനായിട്ട് അങ്ങനെ ഉള്ള ഒരു രീതിയിലല്ല അവളോട് സംസാരിച്ചത്. കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കുകയും ബൈബിളിലെ കഥകൾ മറ്റ് രസകരമായിരിക്കുന്ന കഥകളുടെ രൂപത്തിലാണ് ആദ്യ കാലങ്ങളിലെ ആശയവിനിമയം എന്ന് പറയുന്നത് ആ നിലയിലാണ്. Now my daughters are in college, and I love when they come visit with me, and we can talk about what are you thinking about this? What do you believe about this concept? And we can kind of go deeper into where they are in life now. എന്നാൽ ഇന്ന് എൻ്റെ മക്കൾ കോളേജിലൊക്കെ പഠിക്കുകയാണ്. ഇപ്പോൾ അവരെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കഥ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അവരുടെ ആശയങ്ങളെ യുക്തിസഹമായ രീതിയിൽ കേൾക്കുകയും ആ ആശയങ്ങളെ വിശദീകരിക്കുകയും സംവാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു നിലയിലേക്ക് അവർ വളർന്നു വന്നു. So I need both. I needed the stories and I need the intellect to make them a well-rounded human being. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണതയുള്ള ഒരു വ്യക്തിത്വം നമ്മൾ നേടിയെടുക്കുന്നതിന് നമുക്ക് കഥകളിലൂടെയുള്ള ആ ഒരു തലവും അതുപോലെ തന്നെ യുക്തിസഹമായി ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആ തലവും നമുക്ക് ആവശ്യമാണ്. My middle daughter is the smart one and she loves to read. എനിക്ക് 3 മക്കളാണുള്ളത്. അതിൽ മധ്യത്തിൽ ഉള്ളതായിരിക്കുന്ന ആളാണ് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആളെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അദ്ദേഹം ഒരുപാട് വായിക്കുന്ന ആളാണ്. And I'm going to brag, she's my college student that gets straight A's and she works really hard in school. അദ്ദേഹത്തിന് നല്ല മാർക്കൊക്കെ കിട്ടുന്ന ആളാണ്. സ്ട്രെയിറ്റ് എ കിട്ടുന്ന ആളാണ്. അവരുടെ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥിയായിരിക്കുന്ന ആൾ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. But when she's reading a textbook, she wants that knowledge, she wants to bring it in, but once she's read it and understands it, she's ready to close that book and do something different. അവിടെ ആശയങ്ങൾ പറയുന്ന വളരെ ഗൗരവമായ ആശയങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചു അതിനുശേഷം അതിലെ കാര്യങ്ങൾ ഗ്രഹിച്ചു അത് മടക്കി വയ്ക്കും. But when she reads a novel or a fiction kind of story like C.S. Lewis, she'll say, I can't put this book down. She doesn't want to quit because the narrative engages her in a different way and draws her in. എന്നാൽ ഒരു നല്ല നോവൽ വായിക്കുകയാണെങ്കിൽ അത് വായിച്ചു തീർത്ത് കഴിഞ്ഞാൽ ശേഷം വീണ്ടും ഒന്നും കൂടെ വായിച്ചാൽ കൊള്ളാം എന്നൊരു ചിന്ത ഉണ്ടാകും. കാരണം നമ്മളെ വേറൊരു തലത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് C.S. ലൂയിസിൻ്റെ എഴുത്തുകൾ ആ നിലയിൽ പ്രസിദ്ധമാണല്ലോ. ഈ വിശദീകരണ സാഹിത്യ രൂപത്തിന് അങ്ങനെ ഒരു പ്രത്യേക കഴിവ് ഉണ്ട്. So there's one thing so that's why it's important that we understand the narratives. They're important to help people come to Christ, to know more about him, and it's the stuff that everybody can understand well. അവിടെ വിശദീകരണ വേദഭാഗങ്ങളുടെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന നിലയിൽ വളരെ ലളിതമായ നിലയിൽ ആശയങ്ങൾ വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ്. അത് എല്ലാവർക്കും ആവശ്യമായ വേദഭാഗങ്ങളാണ്. But we also have to remember that sometimes the passage, the meaning is indirect sometime in the story. It's not as explicit as it is in the epistles.
So we have to be careful as pastors. അവിടെ വിശദീകരണ വേദഭാഗങ്ങൾ ലളിതമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ വിശദീകരണ വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം എല്ലായ്പ്പോഴും നേർക്കുനേരെ പറയുന്ന സന്ദേശമല്ല. അത് പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു നിലയിലാണ്. അതിൻ്റെ ഒരു കഥയുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അത് പച്ചയായി പറഞ്ഞാൽ അതിനകത്തൊരു സുഖമില്ല. അല്പം ഒരു മറവ് ആ വിഷയത്തിലുണ്ടാവും. Because it's very important that we communicate to our congregation what the original author intended that to say. അവിടെ നമ്മൾ ഒരു വേദഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സത്യസന്ധമായ രീതിയിൽ ആ പ്രസംഗമായിരിക്കുന്നു എന്ന് ഉറപ്പാക്കുമ്പോൾ എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ വേണം നമ്മൾ പറയാൻ. All right, can you go to the next slide, Corey? All right. Before I move on, I want to tell one story from this week that happened to me at the first place that we shared this. അപ്പോൾ ഞാൻ ഈ അടുത്ത കാര്യം നിങ്ങളോട് പറയുന്നതിന് മുന്നമേ ഞാൻ ഇന്ത്യയിൽ വന്നപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു കാര്യം, ഒരു കഥ നിങ്ങളോട് പറയാൻ വിചാരിക്കുന്നു. So we were with a group of pastors at ACA, and I was trying to talk about the importance of storytelling and how it helps people remember because it engages our heart and our mind, and it's a good learning tool to help people remember things. അപ്പോൾ ഞാൻ ACAയിൽ അവിടെ വന്ന പാസ്റ്റർമാരോട് പറഞ്ഞു, ഈ കഥകളെന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ബുദ്ധിയെയും ഹൃദയത്തെയും ഒരുപോലെ ബാധിക്കുന്നത് കൊണ്ട് അത് ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. കഥകൾ നമ്മൾ മറക്കില്ലല്ലോ. And we were telling the pastors that even with our children we tell fairy tales or stories that have a moral to them to teach them a lesson that everybody in America knows. അവിടെ നമ്മൾ ചില സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ആ കഥകൾ കൊച്ചു പിള്ളേർ മുതൽ പ്രായമായ ആളുകൾ വരെ മറക്കാതെ അവരെ ഓർമ്മയിൽ വയ്ക്കുന്ന കഥകളാണ്. But I'm from America, so I don't know your stories that you tell your children. ഞാൻ അമേരിക്കയിൽ നിന്നായതുകൊണ്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുന്ന കഥകൾ എന്താണെന്ന് എനിക്കറിയില്ല. So I asked the men, and you got to translate me exact on this. Okay. So I asked the men, do y'all know the story of the boy who cried wolf? അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പുലി വരുന്നേ എന്ന് കരഞ്ഞ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ ആ പയ്യൻ്റെ കഥ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. And I got blank stares back at me. അവിടെ ആളുകൾ എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി. But then I started to tell the story of the boy who cries wolf. എന്നിട്ട് ഞാൻ ആ കഥ എന്താണ് എന്ന് അവരോട് പറഞ്ഞു. I said there's a boy that lived on the outside of town and he was bored, so he started telling everybody he saw a wolf and he went to town and cried wolf. അവിടെ ഞാൻ പറഞ്ഞു, ഒരു പയ്യനെ അവനെ ആടുകളെ നോക്കുന്നയാളാണ്. അവിടെ പല സമയത്തും പുള്ളി ആകെപ്പാടെ ഒന്ന് ബോറടിക്കുമ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടി പുലി വരുന്നേ എന്ന് പറയും. And then I said, but there was no wolf. എന്നാൽ പുലി വന്നിരുന്നില്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. And about that time I saw everybody's eyes go from not understanding to opening up wide, and they started talking amongst themselves because I think y'all have a similar story, right. But it's not a wolf. Right? അവിടെ ഞാനിപ്പോൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ പുലി വരുന്നതെന്നാണ് പരിഭാഷപ്പെടുത്തത്. എന്നാൽ ഇംഗ്ലീഷിൽ ചെന്നാ വരുന്നേ എന്നാണ്. അപ്പം ഈ കഥ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ചെന്നായി എന്നുള്ള രീതിയിലല്ല ആ നാട്ടിലെ കഥ. പുലി അല്ല, അവിടുത്തെ തമിഴ്നാട്ടിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പുലി so it is not wolf. It's not wolf. So look, two stories, two cultures, but we know the meaning because we can apply that to our setting, right? അപ്പോൾ രണ്ട് കഥകളാണ്, രണ്ട് പശ്ചാത്തലമാണ്, എന്നാൽ പറഞ്ഞ ആശയം ഒന്നാണ്. So I learned that this week, and I'll be able to use that illustration the rest of my life. അപ്പോൾ എനിക്ക് പുലി വരുന്നതെന്ന് പറയണമെന്നുള്ളത് കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ കഥ ഇനി ഞാൻ അമേരിക്കയിൽ ചെന്ന് ആൾക്കാരോട് പറഞ്ഞോളാം. I want to make sure I don't miss any notes here real quick. So as we move on into this, the morning sessions we're going to be doing kind of like we did yesterday. We've got to set some foundational work on this. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ പ്രാരംഭമായിട്ട് ചില അടിസ്ഥാന പ്രമാണങ്ങൾ ഈ വ്യാഖ്യാനത്തെക്കുറിച്ച് നമുക്ക് പറയണം. So just like we set it up yesterday, today first we're going to talk about, Corey's going to come up and talk about how we look at the setting
in the story. അപ്പോൾ ആദ്യമേ 3 പ്രധാന കാര്യങ്ങളാണ് ഈ വിശദീകരണ വേദഭാഗങ്ങളുടെ പ്രത്യേകത. 1 അതിൻ്റെ പശ്ചാത്തലമാണ്, 2 അതിലുള്ളതായ കഥാപാത്രങ്ങളാണ്, 3 അതിലുള്ള കഥയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് കോറി നമ്മളോട് സംസാരിക്കുന്നതാണ്. Then I will come back up and we'll discuss how we look at the different characters in the stories. എന്നിട്ട് രണ്ടാമത് എൻ്റെ ഉത്തരവാദിത്വം ആ കഥയിലെ കഥാപാത്രങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്നതാണ്. Okay. And then Mike will come up and do the heavy lifting again, and he'll go through the plot structure, which will help us get to our sermon outline. എന്നിട്ട് മൂന്നാമത്തേത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് ഈ കഥ എങ്ങനെയാണ് ഈ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്, ആ കഥ എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് മൈക്ക് നമ്മളോട് പറയുന്നത്. So if yesterday was the hammer, this is the saw today. This is we're training you on the saw. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ ചുറ്റിക അല്ലെങ്കിൽ കൊട്ടൂടിയാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ അല്പം കൂടെ ഒരു വാള് എന്ന നിലയിൽ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. And I think before dinner, I think a lot of y'all, that was pretty heavy yesterday, right? ഇന്നലത്തെ പരിപാടി ഇച്ചിരി കട്ടിയായിരുന്നു അല്ലേ? But after dinner, we did that one together, and y'all got it. And a few of you came up and said, that made sense. ഉച്ച കഴിഞ്ഞ് നമ്മളത് പരിശീലിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പലരും എന്നോട് പറഞ്ഞു, അത് കൊള്ളാമല്ലോ, ഇത് മനസ്സിലായി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. So stick with us this morning and this afternoon. I hope you feel the same way about this, that all of this is worth it, it makes sense. അവിടെ പ്രാരംഭമായിട്ട് ഇതിൻ്റെ പ്രമാണങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും, എന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് നമ്മളത് ഒരു പ്രായോഗികമായിട്ട് കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. All right, Corey's going to come up and take over now. Thank you. Okay, so like Wes was saying, we're going to be looking at these 3 kind of indicators of what the point of the passage is. നമ്മൾ വായിക്കുന്ന വിശദീകരണ വേദഭാഗങ്ങളുടെ ആശയം വ്യക്തമാക്കാനായിട്ട് പ്രധാനമായും 3 കാര്യങ്ങളാണ് ആ വേദഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ നിലയിലാണ് എഴുത്തുകാരൻ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. Because what we don't want to do is allegorize the story. നമ്മൾ ചെയ്യരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കഥയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ആത്മീയ അർത്ഥം കൽപ്പിച്ച് ആ നിലയിൽ ആ കഥയെ മനസ്സിലാക്കാനായിട്ട് പാടില്ല. അതിന് അലിഗറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിലൊരു വാക്ക് അതിനുണ്ട്, പക്ഷെ അത് പക്ഷേ അത് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുമോ? നിഗൂഢാർത്ഥ പ്രസംഗം. അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു ആത്മീയ അർത്ഥം കൊടുക്കും, എന്നാൽ ആ അർത്ഥമൊന്നും ആ എഴുത്തുകാരൻ ഉദ്ദേശിച്ച അർത്ഥങ്ങളായിരിക്കില്ല. Remember, one of our principles is the author has an intent. He has a purpose for writing the story. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യം, എഴുത്തുകാരന് ഇത് എഴുതിയപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ ആശയമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. And so our goal is not to twist the story to make it mean what we want it to mean, but to truly understand what the author is trying to communicate. അപ്പോൾ അതുകൊണ്ട് കഥ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വളച്ചു തിരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആ കഥ ഉപയോഗിക്കരുത്. പിന്നെ ആ എഴുത്തുകാരൻ എന്താണോ ആ കഥയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് കണ്ടുപിടിക്കണം. And because the meaning is indirect, like Wes was just talking about, we have to look for these pointing signs, these signposts. അപ്പോൾ ഒരു കഥയിലെ അതിൻ്റെ ആശയം ഒരല്പം അതിനകത്തൊരു മറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അത് മനസ്സിലാക്കാനായിട്ട് ഏത് നിലയിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. And so the first one of these that we're going to look at is setting. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ശ്രദ്ധയെന്ന് പറയുന്നത് പശ്ചാത്തലം എന്ന് പറയുന്ന കാര്യമാണ്. The setting is going to help set up the feel, the background to the story. കഥ പറയുമ്പോൾ കർത്താവിൻ്റെ കഥകൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ആ കഥ പറയുന്നതിനൊരു കാരണമുണ്ട്, അതിനൊരു പശ്ചാത്തലം ഉണ്ട്. അപ്പോൾ ആ പശ്ചാത്തലം അനുസരിച്ചാണ് ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ കഥ പറയുന്നത്. And so we need to start there to see how the author is setting up the story. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കഥ വന്നത് എന്നത് ആ കഥ മനസ്സിലാക്കാനായിട്ട് ആവശ്യമായ അറിവാണ്.
And definition is pretty simple. Setting is when and where the characters enact the plot. അവർ സെറ്റിങ്ങിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ പശ്ചാത്തലത്തിൻ്റെ ഏറ്റവും ലളിതമായ ഒരു നിർവചനം എന്ന് പറയുന്നത് ഈ കഥ എവിടെ വെച്ച് എപ്പോൾ പറഞ്ഞു എന്നതാണ്. അതിൻ്റെ ഒരു ലളിതമായ നിർവചനം അതാണ്. ഈ കഥ എവിടെ വെച്ചാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത് എന്നത് ആ കഥ മനസ്സിലാക്കാനായിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കി തരും. And so the first one we're going to look at, there are 4 types of narrative, and the first one we are going to look at is physical or geographical. അവിടെ സെറ്റിംഗ് ഈ പശ്ചാത്തലത്തെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ ഈ പശ്ചാത്തലം ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ സംഭവം എവിടെ വെച്ചാണ്, അതിൻ്റെ ജിയോഗ്രാഫിക്കൽ എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നത് എന്നതിന് പ്രാധാന്യമുണ്ട്. And so let's look at physical setting. Let's do some examples. നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. And one of the key things here as we go through is changes of setting helps us see changing of stories, changing of scenes. പശ്ചാത്തലത്തിൻ്റെ വ്യത്യാസം കഥയുടെ രീതി വ്യത്യാസപ്പെടുത്തും, അതിൻ്റെ ലക്ഷ്യം വ്യത്യാസപ്പെടുത്തും. And so that helps us in our sermon preparation to know the beginning and end of different sections. അപ്പോൾ അതുകൊണ്ട് പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് ആ കഥ മനസ്സിലാക്കുന്നതിന് അനിവാര്യമായ കാര്യമാണ്. So let's look at some examples of how knowing the setting can add to the understanding of the passage. നമ്മുടെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് കൊണ്ട് ആ കഥ മനസ്സിലാക്കുന്നതിനുള്ള അതിലുള്ള പ്രാധാന്യം തെളിയിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇനി പറയാൻ പോകുന്നത്. So we're going to look first at 2 Samuel 2. 2 ശമൂവേൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2 Samuel 2. 2 ശമൂവേൽ. So if you'll turn with me to 2 Samuel 2, we'll look at the setting of this story. 2 ശമൂവേൽ 2-ാമത്തെ അധ്യായം അതിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. 2 ശമൂവേൽ. Yes. Okay, so in 2 Samuel 2:1, we see the setting where David is going to set up his kingdom at the beginning of his reign. ഈ 2 ശമൂവേൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ ദാവീദ് രാജാവ് തൻ്റെ സിംഹാസനം അല്ലെങ്കിൽ തൻ്റെ തലസ്ഥാനം എവിടെ ആക്കണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് അവിടെ വായിക്കുന്നത്. And so if someone would read just verse 1 of chapter 2 of 2 Samuel. 2 ശമൂവേൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ, ശബ്ദത്തിൽ വായിക്കണം. Okay, and so knowing that he's going to set up his kingdom in Hebron as the setting here helps us with kind of understanding of the situation. അവിടെ ഈ നിർദ്ദേശം ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെന്ന് പറയുന്നത് ദാവീദ് തൻ്റെ തലസ്ഥാനം ഹെബ്രോനിൽ വയ്ക്കണം എന്ന നിർദ്ദേശമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. Okay, and so if you see, this is a map, this is of Saul's kingdom right after he left. So this is what David is stepping into. And you can see Hebron is right here. ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലം is it near to Jerusalem? It's right here. Yeah, Jerusalem would be just south, but we haven't conquered Jerusalem yet. Okay. അവിടെ യെരുശലേമിന് തെക്ക് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലം. And so this would be the region of Judah, right? And then this would be the region of the rest of Israel. And so what do you notice about the geographical location of Hebron in Judah? അവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ എന്ന് പറയുന്നത് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സ്ഥലത്ത് നമ്മൾ യഹൂദ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ യഹൂദ്യയിലാണ് ഹെബ്രോൻ. അപ്പോൾ ഈ ഹെബ്രോൻ യഹൂദ്യ എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ഏത് നിലയിലാണ് ഹെബ്രോൻ്റെ സ്ഥാനം ഇരിക്കുന്നത്? What? It's in the middle. Is that what you said? Yeah, it's exactly right. Okay, it's in the middle. അപ്പോൾ ഹെബ്രോൻ എന്ന് പറയുന്നത് യഹൂദ്യ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മധ്യത്തിലാണ്. So what do you think God and David are trying to symbolize with setting up a kingdom in the middle? അവിടെ ഈ രാജ്യം അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ മധ്യത്തിലായിരിക്കണം എന്നുള്ള നിർദ്ദേശം, അതിൻ്റെ പ്രാധാന്യം എന്താ?
It's a central location. It's about unification, bringing people together, right? അവിടെ അതിന് മധ്യത്തിലാണ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരുപോലെ വന്നെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് കൂടുതൽ സ്ഥാനം എന്ന് വേണ്ട, അതിൻ്റെ മധ്യത്തിൽ തന്നെ ആ തലസ്ഥാനമായിരിക്കട്ടെ എന്ന നിർദ്ദേശമാണ് നമ്മൾ ഈ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത്. Okay, does that make sense? And so knowing that location and its geographical location gives a little bit of understanding to maybe where the story is going. അവിടെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ സ്ഥലം യഹൂദിയുടെ മധ്യത്തിലാണ്, അവിടെയാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനം വയ്ക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടത് എന്നത് പിന്നീട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. Okay. And so in contrast, we're going to see another location mentioned in verse 8. എട്ടാമത്തെ വാക്യത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരി, അപ്പം എട്ടാമത്തെ വാക്യത്തിൽ ഇതിനെ ദാവീദിനെതിരായിട്ട് ഒരു രാജ്യം, ദാവീദിനോട് മത്സരിച്ച് ഒരു രാജ്യം, അവിടെ ദാവീദിന് പകരം രാജാവാക്കിയത് ഈശ്ബോശേത്തിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം എവിടെ നോക്കിയേ? Mahanaim. Yeah, exactly, Mahanaim. And so that's the next contrasting city. And Wes is going to come up and talk about characters, and so we see a new character here that's also going to add contrast. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അതിനോട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, ഈശ്ബോശേത്ത്. അപ്പോൾ ഇനിയും ബസ് പറയുമ്പോൾ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും. അവിടെ രണ്ട് സ്ഥലം, ഒന്ന് ഹെബ്രോൻ, മറ്റേത് മഹനീം. Mahanaim, yeah. And so if you look on the map, and you may not see it, Mahanaim is way up here and way over to the edge of the kingdom. അപ്പോൾ ഈ മഹനീം എന്ന് പറയുന്നത് അങ്ങ് വടക്ക് ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. Okay. So why do you think Abner, who was Saul's old general, and Ishbosheth, who was Saul's son, would want to be way up here and way over here? അപ്പോൾ ഈശ്ബോശേത്തിൻ്റെ തലസ്ഥാനം എന്തിനാ ഈ അങ്ങ് ഇണ്ടെന്നുരുത്തി കൊണ്ടുവച്ചേ? Far from David, so he's probably up to no good, right? അവിടെ ഏതായാലും ഈ ഈശ്ബോശേത്തിൻ്റെ ഉദ്ദേശം ശരിയല്ല, അല്ലേ? അദ്ദേഹം ശരി മധ്യത്തിൽ നിന്ന് ഇദ്ദേഹത്തോട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ള ലക്ഷ്യത്തിലല്ല ഈ പണി. ഇതൊരു പണിയാണ്, അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹം അങ്ങ് മഹനീമിൽ പോയി നിൽക്കുകയാണ്. ഇത് 8 പണി കൊടുക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പണി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. Yeah, so whereas David wants to unify, right, be in the middle, Abner and Ishbosheth want to separate and divide. അവിടെ രാജ്യത്തെ ഒരുമിപ്പിക്കുക, എല്ലാവരെയും ഒരുപോലെ കാണുക എന്നതാണ് ദാവീദിൻ്റെ ലക്ഷ്യമെങ്കിൽ ഈശ്ബോശേത്തിൻ്റെ പണി എന്ന് പറയുന്നത് അത് ആളുകളെ ഭിന്നിപ്പിക്കുക, രാജ്യത്തെ വിഭജിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. So even just looking at the setting, we can see where the story is going. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കിടപ്പ് എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇവരുടെ പരിപാടിയുടെ ഉദ്ദേശം എന്താണ് എന്ന് ഒരർത്ഥത്തിൽ തെളിയിക്കുന്ന കാര്യമാണ്. And it's not surprising that the rebellion starts in the next verse, right? ഇനി അടുത്ത വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ആകെപ്പാടെ പണി കുഴപ്പത്തിലായി, അവർ തമ്മിൽ മത്സരമായി എന്നുള്ളത് നമുക്ക് അടുത്ത വാക്യങ്ങൾ വായിക്കാൻ പറ്റും. Does that make sense? Yeah. And whenever you see a setting, you also want to see, where have I seen that setting before? What might be special about that location? അപ്പോൾ നമ്മളൊരു സംഭവം പറയുമ്പോൾ ആ സംഭവത്തോട് ചേർത്തൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. And we're not going to turn there, but Mahanaim is mentioned 2 other places. മഹനീം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് 2 പ്രാവശ്യം ഇതിനു മുന്നമേ പറഞ്ഞിട്ടുണ്ട്. Joshua 21 tells us it's a Levitical city. മഹനീം എന്ന് പറയുന്നത് ഒരു ലേവ്യരുടെ പട്ടണമാണ് എന്ന് യോശുവയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. And Genesis 32 we see Mahanaim being named by Jacob. യാക്കോബ് ആണ് ഈ പട്ടണത്തിന് പേര് കൊടുത്തതെന്ന്
ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. So in Genesis 32, Jacob is on his way back to reconcile with his brother Esau. ഈ മഹനീം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യാക്കോബ് അവിടെ പദ്ദൻഅരാമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഏശാവുമായിട്ട് ഒരു രമ്യതയിൽ വരാനുള്ള ആഗ്രഹത്തോടു കൂടെ വരുന്ന ആ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ മഹനീം എന്ന് പറയുന്നത്. And on the way he sees two angels and names the place Mahanaim. അപ്പോൾ അവിടെ വെച്ച് രണ്ട് ദൂതന്മാർ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് യാക്കോബ് ആ സ്ഥലത്തിന് മഹനീം എന്ന് പേരിട്ടത്. And so it's this great picture of two brothers reconciling, brought together, unified. അവിടെ മഹനീം യഥാർത്ഥത്തിൽ അതിന് ആരംഭത്തിൽ വഴക്കിൻ്റെ സ്ഥലമല്ല, യഥാർത്ഥത്തിൽ രമ്യപ്പെടേണ്ടതിനായിട്ട് അതിനുള്ളൊരു തീരുമാനമെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ മഹനീം എന്ന് പറയുന്നത്. But in 2 Samuel, right, it's about being divided. ഇപ്പോൾ 2 ശമൂവേൽ വരുമ്പോൾ ഇത് രമ്യതയുടെ പരിപാടിയല്ല, ഇത് തമ്മിൽ പിരിയാനുള്ള പരിപാടിയാണ്. So a place that should be about coming together becomes a place about dividing. അപ്പോൾ ഒരുമിച്ച് ചേരാനായിട്ട് സംഗതിയായ ഒരു സ്ഥലം ഇപ്പോൾ പിരിയാനുള്ള ഒരു ഇടമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. So setting can help with understanding. It can help with the details and the feeling of the story. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മുൻകാല പരിചയം എന്നത് നമുക്ക് ആ സംഭവത്തിൻ്റെ വ്യത്യസ്ത അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. Still with me? It's good? All right, let's look at another example. Let's look at Jonah 3 and 4. നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് വരാം. യോനയുടെ പുസ്തകം 3-ാം അധ്യായം. Let's do Jonah 3:1 through 4. Let's go ahead and get the whole thing. യോനയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. Okay, so this is giving us the setting. So what's the setting of Jonah 3? അപ്പോൾ യോന 3-ാമത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്തുവാ? എന്ത് അറിവാണ് ഈ 3-ാമത്തെ അധ്യായം നമുക്ക് തരുന്നത്? Nineveh? Okay. Yeah, and what do we learn about Nineveh from this passage? ഈ വാക്യത്തിൽ നിന്ന് നിനവേ എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലായി? A great city? ഇതൊരു മഹാനഗരമാണ്. Yeah. How great? എത്ര വലിപ്പമുണ്ട്? 3 days walk, right? So 3 days walk. So if the author is pointing out details like that about the setting, make sure to circle it. Make sure to take notice. അപ്പോൾ 3 ദിവസത്തെ വഴി പോകണം, അത്രയ്ക്കും ദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. എന്താണ്ട് അതിന് എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. Okay? He is going to point out 3 days walk. Why do you think he points out 3 days walk? ഈ 3 ദിവസത്തെ വഴി അത്രയും വലിപ്പം ഈ നഗരത്തിനുണ്ടെന്ന് പറയാനുള്ള ആ കാരണം എന്താ? It's so great. Yeah, he's emphasizing how big it is. That's a big city. Yeah. 3 ദിവസത്തെ ആ നഗരത്തിൻ്റെ വലിപ്പം അത് കാണിക്കുന്നതാണ്. 3 ദിവസം നടന്നെങ്കിൽ ഒരു കോണിൽ നിന്ന് മറ്റേ കോണി ചെല്ലുള്ളൂ. And did they read verse 4? No. Okay, read verse 4. Okay. So why do you think the author mentions it's a 3 days walk? How long does Jonah walk? So did he get the whole city? Yeah, 1 day only. So do you see the contrast? So he's pointing out that maybe there's something not quite right about Jonah and his heart for this mission. അവിടെ 3 ദിവസത്തെ വഴിയുള്ള നഗരമാണ്. പക്ഷേ ഇദ്ദേഹം ഒരു ദിവസത്തെ വഴിയേ പോയുള്ളൂ. അപ്പം യോനയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 3 ദിവസം പോകേണ്ട സ്ഥലത്ത് 1 ദിവസമല്ലേ ഉള്ളൂ. Okay, is everybody with me? So even a little detail like 3 days walk can impact later understanding of the story. അപ്പോൾ അതുകൊണ്ട് 3 ദിവസത്തെ
വലിപ്പമുണ്ട് ഈ നഗരത്തിനെന്ന് പറഞ്ഞു. പിന്നെ അത് ഒരു ദിവസമേ പോയുള്ളെന്ന് പറഞ്ഞു. അവിടെ ആ പ്രസ്താവന ഈ പുസ്തകത്തിൻ്റെ ആശയം ഗ്രഹിക്കുന്നതിന് വളരെ സഹായകരമായ ഒരു പ്രസ്താവനയാണ്. Okay, and you probably know the rest of the story. Nineveh repents. There's a revival of some sort. And then in chapter 4, we see that it displeases Jonah. He's angry. അവിടെ യോന പ്രസംഗിച്ചു. പ്രസംഗം കേട്ട് നിനിവേക്കാരെല്ലാവരും മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ദൈവം നഗരത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. 4-ാമത്തെ അധ്യായത്തിൽ യോനയ്ക്ക് ഭയങ്കര ദേഷ്യവും വന്നു. Okay. And so all of that setting helps you understand what Jonah is feeling, what the flow of the story is, and what the author might be trying to communicate. അവിടെ ഈ കോപിച്ച് നിൽക്കുന്ന യോനായുടെ മനോഭാവവും അദ്ദേഹത്തിൻ്റെ പരിപാടികളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ 3 ദിവസത്തെ ദൂരവും അതേ ഒരു ദിവസം പോയതും ഒക്കെ നമുക്ക് സഹായകരമായിരിക്കുന്ന സൂചികകൾ ആണ്. Okay, let's look at one last example here for physical setting. And let's turn to Joshua 3. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം. Let's see. Where do I want to start? Let's do Joshua 3:14 and 15. 14-ും 15-ഉം വാക്യങ്ങൾ. ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപ്പെട്ടവും ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ പക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. 14 and 15? Yeah, okay. Okay, so where is the setting of this story? ഈ കഥയുടെ ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്? The Jordan, okay? And notice the author adds a little comment about the physical location. അപ്പോൾ ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഈ എഴുത്തുകാരന് ഒരു പ്രത്യേക വിവരം നമ്മളോട് പറയുന്നുണ്ട്. What's his little parenthetical comment about the time and the place? അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താ? Yeah, it was overflowing, right? And so why would an author want to point that out? Why does he take space in God's word to point out it's overflowing the banks? അവിടെ കൊയ്ത്ത് കാലത്ത് തീരമെല്ലാം കവിഞ്ഞൊഴുകും എന്നുള്ളൊരു പ്രസ്താവന ദൈവവചനത്തിൽ അത്രയും സ്ഥലമെടുത്ത് എന്തിനാ അദ്ദേഹം പറഞ്ഞേ? What? It would not be easy to cross, right? There is no way that you can cross on your own, right? So yeah. അവിടെ അത് സാധാരണഗതിയിൽ യോർദാനിൽ ഒരുപാട് വെള്ളമുള്ളൊരു നദിയല്ല. എന്നാൽ ഈ സമയത്ത് ആ നിലയിൽ ആ നദി കടന്നു പോകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. Okay. And it's also to showcase that this is the work of God, right? It wasn't a drought and it would just happen to be low. അവിടെ ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. തീരെ വെള്ളം കുറവായിരുന്നു, അപ്പോൾ അവർ ഇതിലൂടെ നടന്നു പോയി എന്ന് പിന്നെ ആരും പറയരുത്. ഇത് ദൈവം തന്നെ ചെയ്ത കാര്യമാണ് എന്ന് വെളിപ്പെടുത്താനായിട്ടാണ് ആ പ്രസ്താവന നമ്മൾ അവിടെ പറയുന്നത്. Okay, so no one could say later that, oh, they just found a dry area or a low spot. No, it was overflowing the banks. അവിടെ ആ പ്രസ്താവന പിന്നീട് വിമർശകന്മാർക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയെ നിഷേധിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാതെ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ്. By describing the setting, the author is setting up what a great miracle this is, what a great act of God. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ സമയവും അതിൻ്റെ ആ സ്ഥലവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതം അതിശയകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. Okay, so that's our first one, our physical or geographical location. അവിടെ ആദ്യത്തെ നമ്മുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതെവിടെ വെച്ച് സംഭവിച്ചു, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥലം എവിടെയാണ് എന്നതാണ് അതിൻ്റെ ആദ്യത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്. And so the Joshua one we just looked at also kind of goes into the when. So what's the historical setting? What's going on in the world during the story?
രണ്ടാമത്തെ ആർ യു ടോക്കിംഗ് അബൌട്ട് സെക്കൻഡ് വൺ നൗ? Yeah, historical setting. രണ്ടാമത്തത് ചരിത്രപരമായ പശ്ചാത്തലമാണ്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നത് ആ കഥയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആവശ്യമായ കാര്യമാണ്. This helps you understand the context, what was going on in the world during the story. അതായത് ഈ ലോകത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ലോകത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് ആവശ്യമായ കാര്യമാണ്. Okay, so like the book of Exodus begins with finishing the story of Joseph. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ Or mentioning Joseph. പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് യോസേപ്പിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വിടുതലിൻ്റെ സംഭവം അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യോസേപ്പിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Right, and that's to give you the chronological step. Where does Exodus fit in relationship to Genesis? ഉൽപ്പത്തി പുസ്തകവുമായിട്ട് പുറപ്പാട് പുസ്തകത്തിലുള്ളതായിരിക്കുന്ന ബന്ധം, ഏത് കാലത്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് ആ പുസ്തകം മനസ്സിലാക്കുന്നതിന് വളരെ ആവശ്യമാണ്. And whereas Joseph was honored by Pharaoh, what's the situation of the Israelites in the book of Exodus? യോസേപ്പിൻ്റെ കാലത്ത് ഫറവോനെ നിയന്ത്രിക്കുന്നത് യോസേപ്പാണ്. എന്നാൽ ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവർ അടിമകളാണ്. Right, and so understanding that historical setting starts the book of Exodus. What is the situation of the people? അവിടെ പുറപ്പാട് പുസ്തകം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യോസേപ്പിൻ്റെ അതേ അനുഭവത്തിലാണ് ഇസ്രായേൽ മക്കളെന്ന് വിചാരിച്ചാൽ നമ്മളാകപ്പാടെ പ്രസിദ്ധമാകും. ഇവിടെ സാഹചര്യം വ്യത്യാസപ്പെട്ടു. അവരെ അടിമകളായി പരിഗണിക്കുന്ന ഒരു ഫറവോൻ്റെ കീഴിലാണ് ഈ പുറപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ നടക്കുന്നത്. Okay, so let's do another example. Ruth 1:1. രൂത്തിന്റെ പുസ്തകം 1:1. ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദായിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. Okay, so already he starts out with a small little phrase that gives you the historical setting. ഒരു പ്രസ്താവന നമ്മളവിടെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. Okay, so when does this story take place? രൂത്തിന്റെ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? Time of the Judges, right? So with just a little statement, he's actually saying a lot. ഒരു ചെറിയ പ്രസ്താവന, ന്യായാധിപന്മാരുടെ കാലത്ത് എന്നുള്ളൊരു ചെറിയ പ്രസ്താവനയിലൂടെ രൂത്തിന്റെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ എഴുത്തുകാരൻ നമ്മളോട് പറയുകയാണ്. By just saying that this takes place during the time of the Judges, there's a whole lot of context and meaning already set up in the story. അവിടെ ന്യായാധിപന്മാരുടെ കാലത്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ന്യായാധിപന്മാരുടെ കാലം എന്തായിരുന്നു, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ പ്രസ്താവനയിലൂടെ അതിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടി. Okay, so what do you know about the time of the Judges? What are some characteristics of that historical period? ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്താ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന്? What? Apostasy and what? Revival? Yeah, so when he's saying there's this cyclical pattern in Judges, right? Apostasy, coming back, apostasy, judge comes back, over and over and over. അവിടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അനുഗ്രഹം, പിന്നെ പാപം, പിന്നെ ശിക്ഷ, മാനസാന്തരം എന്ന് പറയുന്ന ആ നിലയിലുള്ള ഒരു സൈക്കിള് അത് നമ്മൾ 7 പ്രാവശ്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Okay, what's one of the other things you know about the time of the Judges? ജഡ്ജസിനെ കുറിച്ച് പിന്നെ പറയാൻ പറ്റുന്ന വേറെ ഒരു പ്രസ്താവന എന്താ? There was no king. There was no king, right? There was no king. It's said several times, isn't it? ആ കാലത്ത് രാജാക്കന്മാരില്ലായിരുന്നു എന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്ന അല്ല അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യമാണ്. Okay, that's a very key thing to keep in mind when reading the book of Ruth. രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ രാജാക്കന്മാർ അക്കാലത്തില്ലായിരുന്നു എന്നുള്ള കാര്യം അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. Yeah, so as I'm reading this, I should keep in the back of the mind, it's the time of the Judges and there is no king. അവിടെ ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ആദ്യമേ എൻ്റെ ഹൃദയത്തിൽ വരേണ്ട കാര്യം ഇത് ന്യായാധിപന്മാരുടെ കാലമാണ്, അന്ന്
ഇസ്രായേലിൽ രാജാക്കന്മാരുണ്ടായിരുന്നില്ല. Because if you read the end of Ruth, what do we see at the end? How does it end? രൂത്തിന്റെ പുസ്തകം എങ്ങനെയാണ് അവസാനിക്കുന്നത്? The Lion of David, right? So here he's already set up where he's going by saying, in the time of the judges. ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ കാലത്താണ് രൂത്തിന്റെ സംഭവം എന്ന് പറഞ്ഞത്. രാജാക്കന്മാരില്ലാത്ത കാലത്ത് എങ്ങനെയാണ് രാജാക്കന്മാരെന്ന ക്രമീകരണം ഇനി ദൈവം ഉണ്ടാക്കിയത് എന്ന കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് പോകുന്നത്. Okay, and what's one of the other refrains we see in the book of Judges over and over again? ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള വേറെ ഒരു പരിപാടി എന്താണ്? Each one walked according to their own. Yeah, each one did as he wanted to, right? And so that should also play into this. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് പറയുന്ന പ്രസ്താവന. അപ്പോൾ അത് ഈ രൂത്തിന്റെ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. Because you'll see characters in this book that do what they think is good in their own sight. അപ്പോൾ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ബോധിച്ച കാര്യം അവർ ചെയ്യുന്നത്. But there are other characters that do follow God, right? എന്നാൽ In contrast. അതിൽ ചില വ്യത്യസ്തമായിരിക്കുന്ന കഥാപാത്രങ്ങളെ കാണാൻ പറ്റും. അത് അവർക്ക് ബോധിച്ചതല്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ചെയ്യാനായിട്ട് മനസ്സുള്ള ചില ആളുകൾ. Okay, and then that's going to lead to Wes is going to come up and talk about characters later to flesh this out even further. അവർ ഈ ചരിത്ര പശ്ചാത്തലം, അതിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അത് വെസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളോട് പറയുന്നതാണ്. Okay, another example, does someone want to read Ezra 1:1? യെസ്രായുടെ പുസ്തകം 1:1. Okay, so what is the historical setting of Ezra? യെസ്ര എന്ന പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? Is exile, but what does the author say here? അവര് പ്രവാസത്തിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അതിനെക്കുറിച്ച് യെസ്രയുടെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്താ പറയണേ? Exile, and who's in charge? ആരാണ് ആ കാലത്ത് ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദന്മാരെ നിയന്ത്രിക്കുന്ന ആള്? The Persians, yeah. Cyrus. So that helps us fit it and compare it like with the book of Daniel and other places. Where does this fit in the timeline? അപ്പോൾ യെസ്രായുടെ പുസ്തകത്തിൻ്റെ ചരിത്രം എവിടെയാണ് അല്ലെങ്കിൽ ഏത് പുസ്തകങ്ങളുമായിട്ടുമാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഈ ആദ്യത്തെ പ്രസ്താവനയാണ്. അപ്പോൾ ദാനിയേൽ പ്രവചനം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് എസ്ര എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ ആദ്യത്തെ പ്രസ്താവന നമ്മൾ വായിക്കുന്നതുകൊണ്ടാണ്. And notice he references Jeremiah too. It's looking back and fitting it in that historical timeline. അതുപോലെ തന്നെ യെരമ്യാവ് ഏത് കാലത്താണ് അദ്ദേഹം ഈ എസ്രായുടെ സംഭവവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. Right, and you pointed out it's Persia in charge, not Babylon anymore. ഇവിടെ ഇപ്പോൾ ബാബിലോന്യരല്ല, പാഴ്സികൾ, പെർഷ്യൻസാണ് ഇപ്പോൾ ഭരണത്തിൽ ആയിരിക്കുന്നത്. So whereas Babylon took the Israelites into captivity, we're going to see a different story with Persia, right? ബാബിലോണാണ് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതെങ്കിലും ഇപ്പോൾ അവരെ ഭരിക്കുന്നത് ബാബിലോണിലുള്ള ആളുകളല്ല, പാഴ്സികളാണ് അവരെ ഭരിക്കുന്നത്. I also love passages like this because it helps us root our Bible in history. These aren't made up stories. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് ഇതിനോട് ചേർത്ത് പറയാൻ പറ്റും. ബൈബിളിലെ കാര്യങ്ങൾ സംഭവങ്ങളാണ്, അല്ലാതെ കഥകളല്ല. അത് ചരിത്രത്തിൽ രൂഢമൂലമായ കാര്യങ്ങളാണ്, അല്ലാതെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല എന്നുള്ളതും ഇങ്ങനെയുള്ള പ്രസ്താവനയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Probably I might say a word about Quran at this time. Yeah, I need to say it. അവിടെ ഖുറാൻ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. Have you read the Quran? You have to read it in order to understand how stupid a book that is. There is no historical statements in the whole of the Quran. ഖുറാൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ ചരിത്രത്തിലുള്ള ഒരു സംഭവമോ ചരിത്രത്തിലുള്ള ഒരു മനുഷ്യനോ
ചരിത്രത്തിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു സ്ഥലമോ ഖുറാനിലില്ല. അത് അവരോട് പറയേണ്ട കാര്യം എല്ലാ കഥകളാണ്. അതിലെ ഒരു നല്ല ഭാഗം കഥകൾ ബൈബിളിലെ കഥകളാണ്. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബൊക്കെ ഉണ്ട്, ശരിയാ. എന്നാൽ ചരിത്രത്തിൽ ഇന്ന് മെക്ക എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പോലും ഖുറാനിൽ പ്രസ്താവനയില്ല. അവർ പറയും ഇന്നത് മെക്കയെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്ന ഒരു അഭിമുഖത്തിന് ഒരു ചെറിയ പ്രസ്താവനയുണ്ട്. പക്ഷേങ്കിൽ മെക്ക എന്ന് പറയുന്ന സ്ഥലം പോലും ഇറ്റ് ഇസ് നോട്ട് മെൻഷൻ ഇൻ ദ ഖുറാൻ. അപ്പം ഇതെന്താ സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്, ആരാ പറഞ്ഞതെന്നൊന്നും തിരിച്ചറിയാനുള്ള യാതൊരു ചരിത്ര ബന്ധവും ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനില്ല. അത് നമ്മളുടെ മുസ്ലിം സ്നേഹിതന്മാരോട് പറയേണ്ട ഒരു കാര്യമാണ്. ദർ ഈസ് നത്തിങ് ടു ലിങ്ക്. നോ ഹിസ്റ്റോറിക്കൽ പീപ്പിൾ ഇൻ ദ ഖുറാൻ, no historical places in the Quran. It is all stories. So it's made up stories. Yeah, and playing off of this, I mean, this is how history books and official pronouncements and documents would begin. So you know it's not just a story. It's a true story. യഥാർത്ഥത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ അതൊരു ചരിത്ര പുസ്തകം വായിക്കുന്നത് പോലെയുള്ള ആധികാരികത അതിനുണ്ട്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കാലവും സ്ഥലവും മനുഷ്യരും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പാഴ്സ്യ രാജാവായ കോരേശ്, സൈറസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ ബൈബിള് മാത്രമല്ല പറയുന്നത്. ഈസ് എ ഹിസ്റ്റോറിക്കൽ വെരി ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ഫിഗർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് പറയാണ്ട്. പേർഷ്യ എന്ന് പറയുന്നത് ഇറാൻ ഈസ് ആക്ച്വലി പേർഷ്യ, isn't it? Yes. Yeah. That would be the homeland. Yeah. But they conquered Right. big chunk at this point. ഇന്നത്തെ ഇറാനിയൻസ് അയത്തുള്ളയാണ് പേർഷ്യക്കാരുടെ ഇപ്പോഴത്തെ പ്രതിനിധി എന്ന് പറയുന്നത് ഇറാനാണ്. Right. And so if you were doing studies of this, you would look that up. Where is Persia? Who is Cyrus? All those kind of things. Right. I mean, we'll talk about characters later. ഇസ്രായേലിന്റെ പുസ്തകം നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ പാഴ്സ്യ രാജാവായ കോരേശ് എന്ന് പറയുമ്പോൾ ഈ പാഴ്സി എന്ന് പറയുന്നത് എവിടെയാണ്, കോരേശ് എന്ന് പറയുന്ന ആരാണ് എന്നൊക്കെ നിങ്ങൾ ഒരു ബിബ്ലിക്കൽ എൻസൈക്ലോപീഡിയ എടുത്ത് അതൊന്ന് വായിക്കണം. അപ്പോൾ കോരേശിനെ കുറിച്ചൊക്കെ വായിക്കാൻ പറ്റും. അവരേത് നാട്ടുകാരാണ്, എങ്ങനെ എത്രത്തോളം അവരുടെ രാജ്യത്തിന് വിസ്തൃതി ഉണ്ടായിരുന്നു, ഈ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെയുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. Okay. And this leads to, so knowing like this would be the introduction to like a history book or a pronouncement. I mean, that's the kind of the cultural setting. What is the culture of that area, that time? മൂന്നാമത് പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയാം. സാംസ്കാരിക പശ്ചാത്തലം, ഏത് സംസ്കാരത്തിലാണ് അവിടുത്തെ നാട്ടുനടപ്പ് എന്താണ് എന്നത് മനസ്സിലാക്കുന്നത് ഈ കഥയുടെ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് ആവശ്യമാണ്. You need to know the culture. So an example of that is the New Testament always talks about the coming marriage feast, right? That the bridegroom is coming to get his groom in the New Testament. So Jesus coming to get us. അവിടെ പുതിയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് വിവാഹത്തിൻ്റെ ചിത്രം. വരൻ അല്ലെങ്കിൽ വരൻ വധുവിനെ സ്വീകരിക്കാനായിട്ട് വരുന്ന കാര്യം, അതൊക്കെ പല കഥകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. So in the US, that's not how we do it. It's the bride comes to the groom. But in the Middle East, in this time period, the groom would go get the bride. അപ്പോൾ യഹൂദന്മാരുടെ വിവാഹ രീതി എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ പറയുന്ന കഥ നമുക്ക് മനസ്സിലാവില്ല. അമേരിക്കയിലാണ് എങ്കിൽ ബ്രൈഡ് ഗ്രൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. നമ്മുടെ ഇടയിലും അങ്ങനെ തന്നെയല്ലേ. അത്ര വലിയ പ്രൊസഷൻസ് ഒന്നും ഇല്ല എങ്കിലും ബ്രൈഡ് ഗ്രൂമിൻ്റെ അടുത്തേക്ക് വരിക. എന്നാൽ യഹൂദന്മാരുടെ രീതി അതല്ല. ബ്രൈഡ് ഗ്രൂം ബ്രൈഡിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം അത് വേറൊരു സംസ്കാരമാണ്, വേറൊരു പശ്ചാത്തലമാണ്. അപ്പോൾ കഥ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം നമ്മൾ 10 കന്യകമാരുടെ കഥ പറയുന്നു. ആ കഥയിലുള്ള കല്യാണവും പരിപാടിയൊക്കെ മനസ്സിലാക്കണമെന്ന് ചെയ്യണം. യഹൂദന്മാരുടെ കല്യാണം എങ്ങനെയാണെന്ന് അറിയണം. അല്ല എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? And so if I was preaching in the US, I need to be able to explain the cultural practices so they can better understand the parables and the illustration of the marriage. അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ അതൊരു കഥയിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ ആ വിവാഹം എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തെങ്കിലേ ആ കഥയുടെ സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. And so let's look at another example. If you'll turn to John 4. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
And if someone would read John 4:1-4. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 4 വരെ. യോഹന്നാനെ കളഞ്ഞ ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടുവെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചതാണ്. അവൻ യെഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. You go all the way to 4? Okay. So where is the setting here? Where is Jesus headed? കർത്താവ് എങ്ങോട്ടാ പോകുന്നത്? Galilee, by way of what? Samaria. So now, knowing that, sets up a lot of questions we need to answer. Why that? അപ്പോൾ എന്തിനാണ് യോഹന്നാൻ ഈ പ്രത്യേക കാര്യം പറയുന്നത് എന്നത് ആ സംഭവത്തെ മനസ്സിലാക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Yeah, in English, I love how the author says it. He said, Jesus had to pass through Samaria. മലയാളം It says that? Okay, good. കടന്നു പോകേണ്ടി വന്നു. Yeah, had to. So why did the author say it that way? Why didn't he say Jesus went up to or Jesus went through? കർത്താവ് ശമരിയിൽ കൂടെ പോയെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? Huh? There's another route. Okay, so yeah, y'all are already ahead of me. Okay, so you make it see this would be like the route around, so you go out to Jordan and up. അപ്പം സാധാരണഗതിയിൽ യഹൂദന്മാർ പോകുന്ന വഴിയേ അല്ല കർത്താവ് പോയത്. സാധാരണഗതിയിൽ യഹൂദന്മാർ യഹൂദയിൽ നിന്ന് ഗലീലിലേക്ക് പോകുന്ന ആ വഴിയിലൂടെ അല്ല കർത്താവ് പോകുന്നത്, പോകേണ്ടി വന്നു. വേറെ ഒരു വഴി കൂടാണ് ഈ പോക്ക്. Yeah, and so why would they go all the way around? ഈ നേരെ അങ്ങ് പോയാൽ പോലെ കർത്താവ് പോയതുപോലെ നേരെ അങ്ങ് പോയാൽ പോലെ എന്തിനാ ഈ കറങ്ങി തിരിഞ്ഞു പോകുന്നത്? എന്തിനാ? Avoiding this, yeah. Yeah, outcasts. You want to avoid them at all if possible, right? ശമര്യരുമായിട്ട് യഹൂദന്മാർക്ക് യാതൊരു ബന്ധവുമില്ല. ശമരുടെ നാട്ടിൽ കൂടെയും പോകില്ല, അവൻ്റെ ഗ്രാമത്തിൽ കൂടെയും പോകില്ല. So you can't see it, but this is Samaria right here, and it just goes outside. അവിടെ മധ്യത്തിലാണ് ശമരിയ. നേരെ അങ്ങ് പോയാൽ മതി. പക്ഷേങ്കിൽ യഹൂദന്മാർ പോകത്തില്ല, അവർ ശമരിയിലൊന്നും കയറില്ല. അവർ കറങ്ങി തിരിഞ്ഞ് ശമരിയക്കാരെ എല്ലാം ഒഴിവാക്കിയേ പോകത്തുള്ളൂ. പക്ഷേങ്കിൽ കർത്താവ് അങ്ങനെ ചെയ്തില്ല, പോകേണ്ടി വന്നു. And so the author is trying to set up this tension. Jesus is where most Jews wouldn't go. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പോയ വഴി യഹൂദന്മാർ പോകാത്ത വഴിയിലൂടെയാണ് കർത്താവ് പോയത്. He's going to the Samaritans through Samaria, a place that they would avoid at all costs. ശമരിയിൽ കൂടെ പോകാനായിട്ട് ഒരിക്കലും യഹൂദന്മാർ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ കർത്താവ് ശമരിയിൽ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. Okay, and why did they hate the Samaritans so much? Why would they avoid the Samaritans? ശമരിക്കാരോട് ഇത്രയ്ക്കും ദേഷ്യത്തിന്റെ കാര്യം എന്താ? Yeah, they mixed Judaism with paganism, and we see they worship at a different place, they worship in a different way. അവിടെ യഹൂദന്മാരുടെ വിശ്വാസത്തെ മലിനപ്പെടുത്തിയ ആളുകളാണ് ശമര്യർ. അവർ യഹൂദ വിശ്വാസവും ജാതീയ വിശ്വാസവുമായിട്ട് കൂട്ടിക്കലർത്തി അതിനെ മലിനപ്പെടുത്തി. അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഈ മലയിൽ ഞങ്ങൾ ആരാധിക്കുന്നു, യെരുശലേമിൽ നിങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഈ ആരാധനയും പരിപാടിയും എല്ലാം വ്യത്യാസമാണ്. And so Jesus is setting up, the author is setting up the challenge to the Jews and the beauty of the gospel to everyone. അവിടെ കർത്താവിൻ്റെ ഈ നീക്കം മതിലുകളെ ഇടിക്കുന്ന ഒരു നീക്കമാണ്. സുവിശേഷത്തിന് അതിർത്തികളില്ല എന്ന് കാണിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. Jesus will even go to the Samaritans. അവൻ ശമരിയിൽ കൂടെ പോകേണ്ടി വന്നു. And you can see even the character of the Samaritan woman is surprised. If someone wants to read verses 9, just verse 9. 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. Yeah, so even she is surprised that Jesus would talk to her. അവരെ ശമര്യക്കാരുടെ സ്ത്രീക്കും ഭയങ്കര അതിശയമായി പോയി. നീ എന്താ ഇങ്ങനെ എന്നോട് ചോദിക്കണേ?
വെള്ളം തരാൻ പറയുന്നതിൻ്റെ കാര്യം എന്താ? കാര്യം യഹൂദന്മാർക്ക് ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. And notice the author has this parenthetical statement that Jews have no dealings with Samaritans. അവിടെ ഈ സ്ത്രീയെ പറഞ്ഞ ചോദ്യം അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിന് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി യോഹന്നാൻ ഒരു ചെറിയ വിശദീകരണം അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അത് കർത്താവോ ശമര്യ സ്ത്രീയോ പറഞ്ഞതല്ലല്ലോ. യഹൂദന്മാർക്ക് ശമര്യരുമായിട്ട് സമ്പർക്കമില്ല എന്ന പ്രസ്താവന അത് അതെ യോഹന്നാൻ പറയുന്ന പ്രസ്താവനയാണ്. അത് ഈ പ്രശ്നം ഈ ചോദ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് നൽകുന്ന വിശദീകരണമാണ്. Yeah, so pay special attention whenever you see these little inserts by the author. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ, ബൈബിള് ശ്രദ്ധിച്ച് വായിക്കണം. അതിനകത്ത് പറഞ്ഞ പ്രസ്താവനകൾക്ക് ഉദ്ദേശ്യമുണ്ട്. അപ്പോൾ ആ പ്രസ്താവനകളെല്ലാം ശ്രദ്ധിച്ചെങ്കിലേ ഈ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. So this is a signpost that they use to help point toward the meaning. What is he trying to accomplish with the story? What is he trying to tell? അവിടെ ഈ കഥയിലൂടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കാനുള്ള സൂചികകൾ അവിടെയും ഇവിടെയും എഴുത്തുകാരൻ നമുക്ക് നൽകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. And then the last characteristic, last type of narrative setting is theological or canonical. അവിടെ നാലാമത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് വേദശാസ്ത്രപരമായ പശ്ചാത്തലം ആണ്. വേദശാസ്ത്രപരമായ ബൈബിളിൻ്റെ ഏത് ഭാഗത്താണ് ഈ കാര്യം വരുന്നത് എന്ന സന്ദർഭം. So you always want to think, where does this story fit in the big story of the Bible? ബൈബിൾ പറയുന്ന ഈ പ്രധാന മുഴുവനും കഥയുടെ ഏത് ഭാഗത്താണ് നമ്മളുടെ കഥ വരുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. Because we might have the tendency to focus only on little bitty bits and forget how it fits in the whole. അപ്പോൾ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ ആ കഥ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ കഥ ഒരു വലിയ കഥയുടെ ഭാഗമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ വലിയ കഥയിൽ എങ്ങനെയാണ് എവിടെയാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Right, so the Bible itself is a big story. ബൈബിള് എന്ന് പറയുന്നത് ഒരു മഹാകഥയാണ്. Right, so you have creation, fall, Jesus, and then the end, right? So the whole thing has a flow. അവിടെ സൃഷ്ടി, വീഴ്ച, പിന്നെ വീണ്ടെടുപ്പ്, പൂർത്തീകരണം എന്ന് പറയുന്ന ഒരു മഹാകഥയുടെ ആ വിശദീകരണത്തിലാണ് മറ്റ് കഥകളെല്ലാം വരുന്നത്. So we want to make sure that when we're preaching passages, we fit it in the flow of the story. അപ്പോൾ നമ്മൾ ഈ കഥ പറയുമ്പോൾ വലിയ കഥ മറന്നുകൊണ്ട് ഈ കഥ പറയുന്നത്. അപ്പോൾ നമ്മളെ ചെറിയ കഥ വലിയ കഥയിൽ എവിടെയാണ് എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. Okay, so we've looked at setting. Now, Wes, are you going to come up and he's going to teach us a little bit about characters? നമ്മൾ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ പ്രധാന കാര്യം നമ്മളെ സംബന്ധിച്ച് ഇനിയും കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന കാര്യമാണ്. Some of you would like to stand up or something or Shake it off.